സർക്കാർ ജീവനക്കാരുടെ എന്തൊക്കെ സ്കീമുകളാണ് ഈ ഗവൺമെൻറ് എടുക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ബഡ്ജറ്റിൽ എന്തൊക്കെ വരുമെന്ന് ഒരാകാംക്ഷ നമുക്കുണ്ടായിരുന്നു, ജനങ്ങൾക്കുമുണ്ടായിരുന്നു, ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുള്ളത്, എല്ലാ കാര്യങ്ങളിലും ഒരു ക്രമപ്പെടുത്തലും കൃത്യമായ ഒരു കറക്റ്റ്നെസ്സും വരും എന്നുള്ളത് കൃത്യമായ ഒരു പ്രത്യാശയാണ്, ഒരു പ്രതീക്ഷയാണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡി എയും ഡി ആറും കൃത്യമായി തന്നെ കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞു. അതപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ജിയോ ഇറങ്ങുമായിരിക്കും. കാരണം ഇനിയിപ്പം അത് തുകയൊക്കെ വക ഇരുത്തിയിട്ടുള്ളത് കൊണ്ട്, നേരത്തെ തുകയൊക്കെ വക ഇരുത്തിയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടും അത് സംബന്ധിച്ചുള്ള ചില ഉത്തരവുകൾ നേരത്തെ ഇറങ്ങിയിട്ടുള്ളത് കൊണ്ടും ഇനി അതിൻ്റെ അനുബന്ധ ഉത്തരവുകളാണ് ഇറങ്ങേണ്ടത്. അത് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൃത്യസമയത്ത് ഡി എയും ഡി ആറും കൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് പറഞ്ഞത്. രണ്ടാമതായി പറഞ്ഞിരിക്കുന്ന കാര്യം, പങ്കാളിത്ത പെൻഷന് അത് അഷ്വേർഡ് പെൻഷൻ എന്നുള്ളത് ഉപേക്ഷിക്കുന്നതാണ്. പങ്കാളിത്ത പെൻഷനെ കൂടുതൽ പരിഷ്കരിച്ച് അതായത് ജീവനക്കാരുടെ സൗഹൃദമായിട്ടുള്ള സർവീസ് ആളുകളിൽ നിൽക്കുന്ന എംപ്ലോയീസിൻ്റെ എംപ്ലോയി ഫ്രണ്ട്ലി ആയിട്ടുള്ള ജീവനക്കാർക്ക് സൗഹൃദമായി വരുന്ന രീതിയിലുള്ള പങ്കാളിത്ത പെൻഷനായിരിക്കും നടപ്പിലാക്കുക. മെഡിസെപ്പ് ഈ രൂപത്തിൽ തുടരുന്നതല്ല. മെഡിസെപ്പിന് പുതിയ രൂപമുണ്ടാകും. പക്ഷേ ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷം രൂപയ്ക്ക് വന്ന സാഹചര്യത്തിൽ മെഡിസെപ്പിന് ഇനി എന്ത് സാങ്ക്ടിറ്റി ഉണ്ട് എന്നൊരു ചോദ്യമുണ്ട്. എല്ലാ കുടുംബങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് വരികയാണെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെ ഒരു മെഡിസെപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? മാത്രമല്ല, ഈ ആരോഗ്യ ഇൻഷുറൻസ് വരുമ്പോൾ അതിന് കുടുംബങ്ങളിൽ എന്തെങ്കിലും പണം അടയ്ക്കേണ്ടതുണ്ടോ, അതോ ഗവൺമെൻറ് ആണോ പണം കൊടുക്കുന്നത് എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ചുള്ള ക്ലാരിറ്റി ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് മെഡിസെപ്പിനെ സംബന്ധിച്ച് ഇനിയും ഒരു ചർച്ച നടക്കേണ്ടതുണ്ട്. അത് എന്തായാലും പക്ഷേ ഒരു കാര്യം ബഡ്ജറ്റ് പ്രസംഗത്തിൽ ധനകാര്യമന്ത്രി പറഞ്ഞു, മെഡിസെപ്പ് കൃത്യമായി അത് പുനഃപരിശോധിക്കും. ഇങ്ങനെ കൊണ്ടുപോകുന്ന വിഷയമില്ല. അതുപോലെ തന്നെ പ്രധാനമാണ്, ശമ്പള പരിഷ്കരണത്തിൻ്റെ ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ആ ശമ്പള പരിഷ്കരണത്തിൻ്റെ പരിപാടികളും വരാനുണ്ട്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരുപാട് പ്രോജക്റ്റുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ബെനിഫിഷ്യറീസുമാണ് സർക്കാർ ഉദ്യോഗസ്ഥർ. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഡി എയുടെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുമെന്നും കൃത്യസമയത്ത് തന്നെ ഡി എയും ഡി ആറും കൊടുക്കാനുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തായാലും വരും ദിവസങ്ങളിൽ കൃത്യമായ ഉത്തരവ് ഇറങ്ങാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഏത് മാസം ഡി എ കൊടുക്കും, പെൻഡിങ്ങുള്ള കുടിശ്ശികയുള്ള ഡി എ ഏത് മാസം കൊടുക്കും, മുൻകാല പ്രാബല്യത്തോടു കൂടി ഏതൊക്കെ കൊടുക്കും, അങ്ങനെ എല്ലാം ഒന്ന് കൊടുക്കും, ബാക്കിയുള്ളതിന് മുൻകാല പ്രാബല്യം പറയുമോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഉത്തരവുകൾ വരും ദിവസങ്ങളിൽ. ഇപ്പോൾ ബഡ്ജറ്റ് കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഉത്തരവ് ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഉത്തരവ് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥരെ അനിശ്ചിതത്വത്തിലാക്കി നിന്നിരുന്ന 3-4 ഘടകങ്ങളുണ്ട്. മെഡിസെപ്പിനെ സംബന്ധിച്ച് വ്യാപകമായ ആക്ഷേപമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് പുനരാവിഷ്കരിക്കും, അല്ലെങ്കിൽ അത് പുനർനിർണ്ണയം ചെയ്യും, അത് റീഡിസൈൻ ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ അതൊരു വലിയ ആശ്വാസമാണ്. അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷനെ സംബന്ധിച്ചും അതും വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. അതിനെ സംബന്ധിച്ചും ഗൗരവമായി പറയുന്നുണ്ട്. പെൻഷൻ പ്രായം കൂട്ടുന്നതിനെക്കുറിച്ച് ഇതിനകത്തൊന്നും പറയുന്നില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതിനുള്ള സാധ്യത കുറവായിരിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഡി എയും ഡി ആറും ക്രമപ്പെടുത്തുമെന്നും, അത് ക്രമപ്പെടുത്തുമെന്ന് മാത്രമല്ല അത് കൊടുക്കും, അത് കൃത്യ ഇടവേളകളിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനുബന്ധ ഉത്തരവുകൾ വരുന്ന ദിവസങ്ങളിൽ ഇറങ്ങുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ചുരുക്കത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു എന്താണ് പറയുക, സർക്കാർ ഉദ്യോഗസ്ഥരുടെ അനിശ്ചിതത്വത്തിൽ നിന്ന വിവിധ വിഷയങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡീറ്റെയിൽഡ് ബ്രേക്കപ്പ് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് എത്ര തുക ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്നുള്ളത്. അതിൻ്റെ ബ്രേക്കപ്പും കാര്യങ്ങളും നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇത് കൊടുക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബ്രേക്കപ്പ് വകയിരുത്തിയിട്ടുണ്ടാവും എന്ന് തന്നെ നമ്മൾ കരുതുന്നു. എന്തായാലും ഡി എ, ഡി ആർ, മെഡിസെപ്പ്, അതായത് ഹെൽത്ത് ഇൻഷുറൻസ്, പങ്കാളിത്ത പെൻഷൻ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകുന്നു എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൻ്റെ ഒരു പ്രത്യേകത. ഇനി വരും ദിവസങ്ങളിൽ ഇത് സംബന്ധമായ ഉത്തരവുകൾ ഉണ്ടാവുക മാത്രമല്ല, പഠിക്കാനാണെങ്കിൽ സമിതികൾ ഉണ്ടാവുക. മെഡിസെപ്പിനൊക്കെ ആണെങ്കിൽ ഇനി കമ്മിറ്റി ഉണ്ടാകുമോ എന്നറിയില്ല. അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷനും ഇനി ഏതെങ്കിലും സമിതി വല്ലതും വയ്ക്കുമോ എന്നറിയത്തില്ല. എന്തായാലും സജീവമായി പോസിറ്റീവായി ഒരു ആറ്റിറ്റ്യൂഡാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. തുടർ നടപടികളെ സംബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം.